ശരിക്കും ടീച്ചിങ് എന്ന് പറയുന്ന സംഗതി വളരെ സിസ്റ്റമാറ്റിക് ആയിട്ട് നടക്കേണ്ടത് ഈ പ്രൈമറി സ്കൂളിലാണ്, പ്രൈമറി സ്കൂൾ ലെവലിലാണ്. ഈ പ്രൈമറി സ്കൂളിൽ നിന്ന് ആ കുട്ടിക്ക് കിട്ടുന്ന ഒരു ഫൗണ്ടേഷനുണ്ട്. ശരിക്കുള്ള ആ ഫൗണ്ടേഷൻ ഉപയോഗിച്ച് മാത്രമാണ് ആ കുട്ടി പഠിച്ചു വരുന്നത്. അപ്പോൾ അത് ശരിക്ക് പറയുകയാണെങ്കിൽ ഒരു കുട്ടിക്ക് മെറ്റഫേഴ്സും വേർഡ്സും മനസ്സിലാക്കി ഭാഷ കൈകാര്യം ചെയ്യാനുള്ള കഴിവാണ്. ഇപ്പം എല്ലാം നമുക്ക് വാക്കുകളുടെ രീതിയിൽ പറയാൻ പറ്റില്ല. ഓരോ സെൻറ്റൻസ് പറഞ്ഞ് അടുത്ത സെൻറ്റൻസ് നമ്മൾ മെറ്റഫറിൻ്റെ രീതിയിലായിരിക്കും പറയുന്നത്. അവിടെ ചെറിയൊരു പ്രശ്നമായിട്ട് ഉണ്ടായതാണ്, പിന്നെ അതങ്ങ് കത്തിപ്പടർന്നു. അത് മുഴുവൻ മെറ്റഫറാണ് എന്ന് പറയുന്ന തരത്തിൽ ഈ ഭാഷയിൽ വരുന്ന ഒരു ഷാർപ്പ്നെസ്, അവനവൻ്റെ ഒരു മദർ ടങ്, അതിൽ സാധിക്കുന്ന കഴിവ്, ഇത് എങ്ങനെ വേണമെങ്കിൽ ഉച്ചരിക്കാം. അത് ആ വാക്കാണെങ്ങനെ നിങ്ങൾ വാഴ എന്ന് പറയുന്നു, മറ്റേ ആ ഒരു സ്ഥലത്ത് അത് ബായ എന്ന് പറഞ്ഞാൽ മതി. അവസാനം ഇത് വായ എന്ന്, വാഴയും തമ്മിൽ വ്യത്യാസം എന്താണ്? ഇതിങ്ങനെ ഞാനൊരു ഒരു പ്രത്യേക രീതിയിലുള്ള ഉദാഹരണമാണ് എടുത്തു എന്നതിൽ ഓരോ ഏരിയയിൽ ഇങ്ങനെയുണ്ട്. ഭൂമി എന്ന് പറയുന്ന ഒരു പ്രദേശം, ഇത് ഭൂമി തന്നെ. അക്ഷരങ്ങൾ ഇങ്ങനെ ഇഷ്ടാനുസരണം മാറ്റി അങ്ങനെ പറയാൻ പാടില്ല. അതുപോലെ തന്നെ ഈ ഇംഗ്ലീഷിൻ്റെ കാര്യത്തിൽ അതിന് ബേസിക് ആയിട്ടുള്ള ചില നമ്പറും ടെൻസും ഒക്കെ തെറ്റാതെ ഇംഗ്ലീഷ് കൈകാര്യം ചെയ്യാനൊക്കെ ഒരു 7th സ്റ്റാൻഡേർഡ് എത്തുമ്പോഴേക്കും അത് പഠിച്ചിരിക്കണം. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് ഒരു ഇംഗ്ലീഷ് തുടങ്ങുന്നത് തന്നെ 6ാം ക്ലാസ് വെച്ച് മാത്രം ആൽഫബറ്റ്സ്. പിന്നെ 7th സ്റ്റാൻഡേർഡ് എത്തുമ്പോൾ ചെറിയ ചെറിയ സെൻറ്റൻസ് വരുന്നത്. ഐ ആം സിറ്റിംഗ് ഇൻ ദി ചെയർ അന്ന് പഠിപ്പിച്ച ഒരു ടീച്ചറുടെ ഇതാണ്. മൈ ലോങ് ടവൽ ഈസ് ഓൺ ദി ടേബിൾ. ആ ടവൽ അങ്ങോട്ട് എടുത്ത് വേസ്റ്റ് ഇട്ടിട്ടാണ്, ഈ വേസ്റ്റ് എടുത്ത് മേശപ്പുറത്തിട്ടിട്ട് അദ്ദേഹം പഠിപ്പിക്കുന്നത് ഐ ആം സിറ്റിംഗ് ഇൻ ദി ചെയർ. പിന്നെ ഈ പോസ്റ്റ് ഗ്രാജുവേറ്റ് ആയി കഴിഞ്ഞിട്ട് ഐ ആം സിറ്റിംഗ് ഓൺ ദി ചെയർ എന്ന് പറയുന്ന സംഗതി വരുന്നത് ഇതുപോലൊരു ഇൻസ്ട്രക്ഷൻ ഇല്ലാത്ത അതിൻ്റെയാണ്. നമ്മളതുകൊണ്ട് ഈ കോളേജിലേക്ക് വരുന്ന കുട്ടികൾ അവർ വളരെ സ്ട്രിക്റ്റായിട്ട് ഇത്തരം കാര്യങ്ങൾ അവർ എക്സാമിൻ ചെയ്യണം. അവർ തെറ്റായ കാര്യങ്ങൾ പറയുന്നുണ്ടോ, ഇൻ ടൈം എന്ന് പറയേണ്ട സ്ഥാനത്ത് ഓൺ ടൈം ആണോ പറയുന്നത്? നമുക്ക് ഒരുപാട് ഹോംവർക്ക്സ് ഉണ്ട്. ഹോംവർക്ക്സ് എന്ന് പറഞ്ഞ ഒരു സാധനം ഇല്ലല്ലോ, ഹോംവർക്ക് മാത്രമേ ഉള്ളൂ. ഈ തരത്തിൽ എവിടെയൊക്കെ ഇൻഫർമേഷൻസ്, എല്ലാ ആളുകളും പറഞ്ഞുകൊണ്ടിരിക്കുന്ന സാധനം ഇൻഫർമേഷൻസ്, അഡ്വൈസസ്. അപ്പോൾ കൗണ്ടബിൾ ഏതാ അൺകൗണ്ടബിൾ ഏതാ എന്നൊക്കെ ചെറിയ ക്ലാസ്സിൽ വളരെ കൃത്യമായിട്ട് പഠിപ്പിച്ച് അങ്ങനെ അത് മനസ്സിൽ ഉറച്ച് വരുന്നത് കൊണ്ട് അത് കേൾക്കുന്ന സമയത്ത് തന്നെ അത് നമ്മുടെ ഇൻടോളറൻ്റാണ് ആ കാര്യത്തിൽ. ആ ഒരു കൾച്ചറ് എങ്ങനെ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞു വരുന്ന കുട്ടികൾക്ക് ഉണ്ടാക്കി കൊടുക്കാം, അത് കൃത്യമായിട്ട് അവരുടെ റൈറ്റിംഗ് സ്കില്ല് വർദ്ധിപ്പിക്കുക, ടീച്ചേഴ്സ് ഇരുന്ന് കറക്റ്റ് ചെയ്യുക. ഈ കറക്ഷൻ്റെ അധ്വാനം, അത് വർക്ക് ലോഡ്, അത് ഇതെന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്താൽ ശരിയാവില്ല. അപ്പോൾ ഈ ഹയർ സെക്കൻഡറി കഴിഞ്ഞു വരുന്ന കുട്ടികൾ ഫൗണ്ടേഷൻ കോഴ്സ് ചെയ്യുന്ന ആ പ്രോസസ്സിൽ അത് സീരിയസ് പേർജിങ് ആണ്. അങ്ങനെ 10ാം ക്ലാസ്സിലെ ലിബറലായി മാർക്ക് കൊടുത്താലും +2 മാർക്കിംഗ് സ്ട്രിക്റ്റ് ആയിട്ട് തന്നെ അത് ഈ ഹയർ സെക്കൻഡറി ലെവലിൽ അവരുടെ ഈ റൈറ്റിംഗ് സ്കിൽ, ലാംഗ്വേജ് കൺട്രോൾ, ലാംഗ്വേജ് പവർ, ഇത്തരം സാധനങ്ങളെല്ലാം ക്ലിയർ ആക്കണം. അല്ലാത്ത ഒരു സ്റ്റുഡൻറ്റ് നമ്മൾ പറയും ഇംഗ്ലീഷ് ഒരു ഏലിയൻ ലാംഗ്വേജാണ്, അതെങ്ങനെ വേണേൽ പറയാം. നിങ്ങൾ ഇംഗ്ലീഷ് സംസാരിക്കാണ്ടിരിക്കൂ, ഇംഗ്ലീഷ് എഴുതാണ്ടിരിക്കൂ, നോ പ്രോബ്ലം. പക്ഷേ ഇംഗ്ലീഷ് നമുക്ക് തോന്നിയതുപോലെ ഉച്ചരിക്കാം, നോ പ്രോബ്ലം. ഇവിടുത്തെ മാതിരി ഇപ്പോൾ ഓക്സ്ഫോർഡിൽ ചെന്നാൽ ഒരാൾ ഈ പിന്നെ വാട്ട് ഈസ് ദിസ് പ്രൊനൗൺസിയേഷൻ, ഐ ഡോണ്ട് അണ്ടർസ്റ്റാൻഡ് എന്ന് പറയുന്ന സിറ്റുവേഷൻ ഉണ്ട്. നമ്മുടെ ചില ഈ ബേർഡ് എവിടെ പോയി TH എന്നുള്ള എൻ്റെ ഏത് ഫോണറ്റിക്സിലാണ്
അങ്ങനെ ഒരു സാധനം വരുന്നത്. ഈ ബർത്ത് ഡേ എന്നുള്ളത് ഡിസപ്പിയർ ചെയ്യുന്ന തരത്തിലൊരു പ്രൊണൗൺസിയേഷൻ കോൺവെൻറ്റ് ഉണ്ടാക്കിയതാണ് ഇവിടെ. എത്രയോ ആൾക്കാർ ഇങ്ങനെ പറഞ്ഞു കേൾക്കാം, ടുമാറോ ഈസ് മൈ ബർത്ത്ഡേ. അപ്പം എങ്ങനെയാണ് ബർത്ത് എന്നുള്ള വാക്ക് പ്രൊനൗൺസ് ചെയ്യുക? അത് ഡിസപ്പിയർ ചെയ്യുന്നതിൻ്റെ ഫോണറ്റിക്സ് എന്താണ്? അങ്ങനെ ഒരു നിയമം എങ്ങനെ വരുന്നു? അപ്പോൾ ഇത് ഇംഗ്ലീഷ് സ്പീക്കിംഗ് പ്ലേസസ്, അത് ഓക്സ്ഫോർഡിൽ സംസാരിക്കുന്ന മാതിരി അല്ല കേംബ്രിഡ്ജിൽ സംസാരിക്കുന്നത്. എല്ലാ സ്ഥലത്തും വ്യത്യാസമുണ്ട്. പക്ഷേ ഫോണറ്റിക്സ് അവർ പഠിപ്പിക്കുമ്പോൾ അത് കറക്റ്റായിട്ടാണ് പഠിപ്പിക്കുന്നത്. ഈ കുട്ടികളുടെ ഒരു പ്രശ്നം കൊണ്ടല്ല അവരിങ്ങനെ ആയി വന്നത്. ടീച്ചേഴ്സാണ് അതിന് റെസ്പോൺസിബിൾ. ഇപ്പം നേരത്തെ ഉള്ള ടീച്ചേഴ്സ് കാണിച്ചിരുന്നൊരു ഡെഡിക്കേഷൻ ഇല്ല. പിന്നെ മാത്രമല്ല, അത് ഞാൻ പറഞ്ഞ അത് വലിയ കോൺട്രവേഴ്സി ഒരു പ്രാവശ്യം ആയതാണ്. ആ കുട്ടികളെ പിന്നെ ഇങ്ങനെ പഠിപ്പിച്ച് മണ്ണുണ്ണികളാക്കുന്നത്, ആ മണ്ണുണ്ണികളിൽ നിന്ന് പിന്നെ അധ്യാപകരുണ്ടാവുന്നു ഞാൻ പറഞ്ഞതുകൊണ്ട് വലിയ കുഴപ്പമായിപ്പോയി. അത് മണ്ണുണ്ണി എന്നുള്ള രീതിയിൽ പോട്ടെ, അത് വിടാം. പക്ഷേ ടീച്ചേഴ്സിൻ്റെ ഒരു ലെവൽ ഇങ്ങനെ ആയി പോകുന്നു. ടീച്ചേഴ്സ് ഇംഗ്ലീഷ് പഠിപ്പിക്കുന്നു, അവർക്ക് പാർട്സ് ഓഫ് സ്പീച്ച് എത്താൻ അവർക്കൊരു ഐഡിയ ഇല്ല എന്താ ചെയ്യുക. അവർ ചില ബേസിക് ആയിട്ടുള്ള ഗ്രാമാറ്റിക്കലായിട്ടുള്ള സംഗതി കൃത്യം മനസ്സിലാക്കുക തന്നെ വേണം. കാരണം ഇംഗ്ലീഷ് ഇവിടെ ഒരു അക്വയർഡ് ലാംഗ്വേജ് അല്ല. യു അക്വയർ യുവർ മദർ ടങ്, അത് സംഗതി ശരിയാണ്. പക്ഷേ ഇംഗ്ലീഷ് ലേൺ ചെയ്യേണ്ട ലാംഗ്വേജാണ്. ഒരു സ്റ്റുഡൻറ്റ് അതിൻ്റെ റൂൾസും കാര്യങ്ങളൊക്കെ ലേൺ ചെയ്യാണ്. അത് അക്വയർ ചെയ്യാനുള്ള സാധ്യത അപൂർവം ചില വീടുകളിലൊക്കെ ഉണ്ടാവുമായിരിക്കും. അവിടെ തന്നെ പക്ഷേ എന്താണ് അവർ അക്വയർ ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ കഴിയില്ല. വാട്ട് കൈൻഡ് ഓഫ് ഇംഗ്ലീഷ് ദേ സ്പീക്ക് അത് നമുക്കറിയില്ല. ഏതായാലും ഇതിന് ഒരു ചില ക്ലിയർ ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അത് വയലേറ്റ് ചെയ്യുന്നത് കൊണ്ടുണ്ടാകുന്നൊരു നോമാറ്റീവ് ആയിട്ടുള്ള കമ്പൽഷനിലാണ് ഗ്രാമാറ്റിക്കൽ ടെക്സ്റ്റുകൾ ഉണ്ടായിട്ടുള്ളത്. അങ്ങനെ ഇഷ്ടം പോലെ അത് കൈകാര്യം ചെയ്താൽ ശരിയാവില്ല എന്നുള്ളത് കൊണ്ട് അതിൻ്റെ പാർട്സ് ഓഫ് സ്പീച്ച്, അതിൻ്റെ നമ്പർ, ടെൻസ്, ഇങ്ങനെയുള്ള കാര്യങ്ങളിലൊക്കെ ഒരു ക്ലാരിറ്റി വേണം. അത് കമ്മ്യൂണിക്കേഷനിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് അത് കുട്ടികളെ പഠിപ്പിച്ചിട്ടില്ലെങ്കിൽ വലിയ കഷ്ടമാണ് പിന്നീട്. അവർ പിന്നീട് അത് പഠിക്കാനും തിരുത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈവൺ എമംഗ് പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഇൻ ഇംഗ്ലീഷ് ഈ വൺ ഓഫ് ദി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് കഴിഞ്ഞിട്ട് വരേണ്ടത് ഒരു പ്ലൂറലാണ് എന്നുള്ളത് അവർക്ക് വരുന്നില്ല മനസ്സിൽ. അതുപോലെ വിത്ത് എ വ്യൂ ടു എന്നുള്ളൊരു ഇഡിയം, അത് കഴിഞ്ഞാൽ ഒരു ജെറൽ ഫോം മാത്രമേ പാടുള്ളൂ. വിത്ത് എ വ്യൂ ടു സീയിങ് അല്ലെ വിത്ത് എ വ്യൂ ടു എന്ന് വിത്ത് എ വ്യൂ ടു കഴിഞ്ഞാൽ ആ ഒരു സംഗതി ആ കേസ് പിന്നെ വെർബ് മതി എന്നുള്ള രീതിയിൽ പോവുക. വിത്ത് എ വ്യൂ ടു ഇംപ്രൂവ് എന്ന് തന്നെ പറയും. വിത്ത് എ വ്യൂ ടു ഇംപ്രൂവിങ് എന്ന് പറയാൻ തോന്നാത്ത പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഉണ്ട് ഇംഗ്ലീഷ്. അതെ, ഇംഗ്ലീഷ് അല്ല, എൻട്രൻസ് വെച്ചാൽ തന്നെ എൻട്രൻസിൻ്റെ സ്റ്റാൻഡേർഡ് വളരെ താഴേക്ക് വരേണ്ടി വരും. അല്ലെങ്കിൽ വളരെ കുറച്ച് ആളുകൾ മാത്രമേ റിക്രൂട്ട് ചെയ്യാൻ പറ്റൂ. അത് തന്നെ അവിടെ നമ്മൾ OMR രീതിയിലുള്ള ടെസ്റ്റ് ആയിരിക്കും നടത്തുക. ആ ടെസ്റ്റ് ഈ വളരെ ക്വിക്കായിട്ട് കാര്യങ്ങൾ ചെയ്യാൻ കഴിവുള്ളവരെ മാത്രം സെലക്ട് ചെയ്യുന്നൊരു സംഗതിയാവും. ഇപ്പോൾ തന്നെ ഈ നീറ്റ് എക്സാമിനേഷനൊക്കെ ഉള്ളൊരു വലിയ പ്രോബ്ലം ഇതാണ്. പല നല്ല കഴിവുള്ള കുട്ടികളെ അത് പുറത്തേക്ക് കളയുന്നുണ്ട്. നേരത്തെ CBCS നേരെ ഈ പരീക്ഷ നടത്തിയിരുന്ന സമയത്ത് അതിന് വലിയൊരു അളവ് വരെ ഓരോ സ്ഥലത്തെ കോണ്ടെക്സ്റ്റ് അനുസരിച്ച് ചെയ്യാൻ പറ്റിയിരുന്നു. അപ്പോൾ ഇപ്പോഴത്തെ ഈ സംഗതി എങ്ങനെയാണെന്ന് വെച്ചാൽ വളരെ ഫാസ്റ്റ് അനലിറ്റിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻസൊക്കെ ഉണ്ട്. അതിൽ മൾട്ടിപ്പിൾ ചോയ്സ് ആയിരിക്കും. പക്ഷേ അതിലേതാണെന്ന് തിരഞ്ഞെടുക്കാൻ കഴിയണമെങ്കിൽ നിങ്ങൾക്ക് അനലിറ്റിക്കൽ റീസണിങ് വേണം. പക്ഷേ ഈ ക്വിക്നെസ് ഓഫ് അനലിറ്റിക്കൽ കോംപ്രിഹെൻഷൻ ഇത് രണ്ടാണ്. ഒരാൾക്ക് വളരെ ക്രിയേറ്റീവായിട്ടുള്ള
അനലിറ്റിക്കൽ കോംപ്രിഹെൻഷൻ ഉണ്ടാവും, പക്ഷേ ടൈം കൺസ്യൂമിങ് ആയിരിക്കും. അത് കാരണം എന്താ വെച്ചാൽ അതെ, അതുകൊണ്ട് പല വിഷയങ്ങളിലും നമുക്ക് സയൻസ് വിഷയങ്ങളിലൊക്കെ തന്നെയും വളരെ ക്രിയേറ്റീവായിട്ടുള്ള ആളുകളെ ഈ നെറ്റിൽ പിടിക്കാൻ കഴിയാതെ വരും. ഇപ്പോൾ വളരെ ഫാസ്റ്റായിട്ട് കാര്യങ്ങൾ റിക്കലക്ട് ചെയ്യുന്ന ചില കുട്ടികളെ കിട്ടും. പക്ഷേ വളരെ ക്രിട്ടിക്കലായിട്ടുള്ള ഒരു ഫാക്കൽറ്റി ഡെവലപ്പ് ചെയ്ത് വരുന്ന കുട്ടി, നാളത്തെ സയൻറ്റിസ്റ്റായി മാറാൻ സാധ്യതയുള്ളൊരു കുട്ടി, അല്ലെങ്കിൽ നാളത്തെ വലിയൊരു ടെക്നോളജിസ്റ്റ് ആവാൻ സാധ്യതയുള്ളൊരു കുട്ടി ഈ തരത്തിൽ IIT-യിൽ കടന്നു കൂടാൻ സാധ്യതയില്ല. ആ കുട്ടി പുറത്തേക്ക് പോകും. കാരണം ഒരു ഇക്വേഷൻ സ്റ്റേറ്റ് ചെയ്തിട്ട് ആ ഇക്വേഷൻ്റെ ഷോർട്ടസ്റ്റ് ആൽഗരിതം ഏതാണ് എന്ന് പറയുമ്പോൾ ആ ഷോർട്ടസ്റ്റ് ഏതാണ് എന്ന് കണ്ടുപിടിക്കാൻ ഈ ഓർത്ത് വെച്ച കുട്ടിക്ക് എളുപ്പമാണ്. പക്ഷേ ഈ ഇക്വേഷനെ തന്നെ ഡൗട്ട് ചെയ്യുന്ന ഒരു കുട്ടിക്ക് ഇതിൽ ഏതാണ് ചൂസ് ചെയ്യേണ്ടതെന്നുള്ളതിൽ സമയമെടുക്കും. കാരണം ഒന്നും ആ കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്തൊന്നും വരില്ല. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ആ ഇക്വേഷനിൽ നിന്ന് ആ കുട്ടി ആ ഇക്വേഷൻ ഉണ്ടാക്കിയ സയൻറ്റിസ്റ്റിൻ്റെ തോട്ട് പ്രോസസ്സിലേക്കാണ് എത്തുന്നത്. അങ്ങനെ ഈ ഇക്വേഷൻ മനസ്സിലാക്കിയ കുട്ടിയാണ്. അപ്പോൾ മെക്കാനിക്കലായിട്ടുള്ള ഒരു ഡെറിവേഷൻ കാണിക്കുന്ന ആൽഗരിതം ആ കുട്ടിയെ സാറ്റിസ്ഫൈ ചെയ്യില്ല. ആ കുട്ടിക്ക് ഇതിനേക്കാൾ ബെറ്ററായിട്ട് സ്റ്റേറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരും.